ഉക്രൈനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കുറച്ച് നാളുകളായി തന്നെ ആ യുദ്ധം നീളുകയാണ്. അത് ഒരു സമാധാനത്തിൽ അവസാനിക്കുമെന്ന് കരുതുമ്പോൾ ഇപ്പോൾ റഷ്യ ആക്രമിക്കാനായി യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകുമെന്നാണ് ട്രംപ് പറയുന്നത്. ഈ ട്രംപിന് എന്തിൻ്റെ കേടാണ്? നിരന്തരം അദ്ദേഹം ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നു, പിന്നീട് പറയുന്നു ഞാൻ എല്ലാം ശരിയാക്കും, ലോകത്ത് സമാധാനം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണോ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്? അല്ല. ട്രംപ് കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞത്? ഇനി ഉക്രൈനിന് ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞു അല്ലേ? ഇത് ഈ ആഴ്ച മാറ്റി പറയുകയാണ്. ട്രംപിന് ഉക്രൈനിന് ആയുധങ്ങൾ അവിടെ എത്തിക്കാം എന്ന് പറയാം. ഇത് സത്യത്തിൽ എന്തിൻ്റെ കുഴപ്പമാണ്? ഈ മലർന്ന് കിടന്ന് തുപ്പുന്ന പോലെയാണ് അല്ലേ? ഈ തുപ്പൽ നമ്മുടെ മുഖത്ത് തന്നെ തിരിച്ചു വീഴും. അത്തരത്തിലൊരു ഏർപ്പാടാണ് ഈ ട്രംപ് നടത്തുന്നത്. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്ന സമയത്ത് ട്രംപ് എന്താ പറഞ്ഞത്? ഞാൻ വന്നാൽ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കും, റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കും. അപ്പോൾ അന്ന് ഈ യുക്രൈനിന് ആയുധങ്ങളും പണവും ഒക്കെ കൊടുത്ത് സഹായിച്ചുകൊണ്ടിരുന്നത് അമേരിക്കയാണ്, ബൈഡനാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു, ഈ ട്രംപ് വ്ളാദിമിർ പുടിൻ്റെ, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ്റെ സ്വന്തം ആളാണ്, അവർ വലിയ സുഹൃത്തുക്കളുമാണ്. അപ്പോൾ പുടിന് വേണ്ടിയിട്ട് ഇയാൾ ഈ യുദ്ധം അവസാനിപ്പിക്കും. അധികാരത്തിലെത്തി ആദ്യത്തെ ഒരു ഇത് നമ്മൾ കണ്ടതാണ്. ഈ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടത്, അയാളോട് മെക്കിട്ട് കയറിയതും ഒക്കെ കണ്ടതാണ്. ഈ ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും കൂടി അയാളെ കൊമ്പേ കയറ്റി അയാളെ മൂപ്പിച്ച് അവസാനം അയാൾ പിണങ്ങി ഇവരെ ചീത്തയും പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോയി അല്ലേ? അയാൾ ഇട്ടിരുന്ന ഡ്രസ്സിനെ പോലും കുറ്റം പറഞ്ഞു. ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ വരുമ്പോൾ ഇങ്ങനെ ടീഷർട്ടും ജീൻസും ധരിച്ചാണോ വരേണ്ടത് എന്നൊക്കെയാണ് ട്രംപ് ചോദിച്ചത്. അപ്പോൾ ട്രംപ് നമുക്ക് പെട്ടെന്ന് ഇനി അത് ചവിട്ടി പുറത്താക്കാൻ പോകുന്ന ഈ വൈസ് പ്രസിഡന്റിനെ, അതെ, ഒന്നും പറയാൻ പറ്റില്ല. പണം മുടക്കിയ എലോൺ മസ്കിനെ അടിച്ചോടിച്ചു. എലോൺ മസ്ക് പോയി വേറെ പാർട്ടി ഉണ്ടാക്കി. അല്ല, ഏറ്റവും അവസാനം അത് മൗനമാണ് പാലിച്ചത്. ആഫ്രിക്കയിലേക്ക് നാട് കടത്തുമെന്നൊരു പ്രസ്താവന. അതെ അതെ അതെ. അല്ല, ട്രംപ് ഇങ്ങനെ പരസ്പര വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാനഡയോട് പറഞ്ഞത് എന്താണ്? കൂടുതൽ കളിക്കണ്ട, നിന്നെ പിടിച്ച് ഞാൻ അമേരിക്കയിൽ ഒരു പ്രവിശ്യ ആക്കിക്കളയും, ഒരു സ്റ്റേറ്റ് ആക്കിക്കളയോ എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ട്രംപ് അങ്ങനെ ഒരു പക്ഷെ ട്രംപ് മണ്ടനാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ട്രംപിന് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. ട്രംപ് വളരെ കൗശലക്കാരനാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആഴ്ച ഉക്രൈൻ്റെ അടുത്ത് പറഞ്ഞു നിർത്തി, ഇനി ഒരു സഹായവും തരത്തില്ല. ഇപ്പോൾ ഈ ആഴ്ച പറയുന്നു അല്ല, ഞങ്ങൾ കൂടുതൽ ആയുധം അങ്ങോട്ടേക്ക് അയക്കും എന്ന് പറയുന്നു. അതും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അയച്ചെന്ന് പറയാം. ഈ അയക്കാതിരിക്കുന്നത് എത്ര നാളത്തേക്കെന്നാണ് അടുത്ത ചോദ്യം. ഒരുപക്ഷെ ഒരാഴ്ചയോ 2 ആഴ്ചയോ പിടിച്ചു വച്ചേക്കും. അത് കഴിഞ്ഞ് ഈ റഷ്യയുമായിട്ട് എന്തെങ്കിലും ഒരു ഉടക്ക് വരും. പുടിനെ തെറി പറയേണ്ട സമയത്ത് 4 തെറിയും പറഞ്ഞിട്ട് ഉക്രൈനിന് കുറേ ആയുധങ്ങളും ഒന്നും കൊടുക്കും. ഇത് ട്രംപിൻ്റെ ഒരു സ്ഥിരം ശൈലിയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ അടുക്കൽ തന്നെ എങ്ങനെയൊക്കെയാണ്? ഇന്ത്യ അവരുടെ ഒരു വലിയ, പക്ഷേ ഈ ഇടക്കാലത്താണല്ലോ യുക്രൈനെതിരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം റഷ്യ കടുപ്പിച്ചത് അടുത്ത കാലത്താണ്. അതിനു മുമ്പ് ഈ യുദ്ധം ആരംഭിച്ച് ഒരുപാട് കാലം പലതായിട്ടും പോയെങ്കിലും ഈ പറയുന്നത് പോലെ ഒരു തീവ്രമായ ആക്രമണത്തിലേക്ക്, രൂക്ഷമായ ആക്രമണത്തിലേക്ക് അത് പോയിരുന്നില്ല. പക്ഷേ കളിച്ച് ഉക്രൈൻ റഷ്യയുടെ എയർബേസിൽ കയറി കളിച്ച് ആദ്യം ഒരു 42 പോർ വിമാനങ്ങൾ തകർത്തു ഡ്രോൺ ആക്രമണം വഴി. ഇപ്പോഴിതാ വീണ്ടും ഏതാണ്ട് 10-20 വിമാനങ്ങളെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് നിർത്തിയിട്ടിരുന്ന വിമാനങ്ങൾ, അല്ലാതെ ആകാശത്ത് പറന്നുയർന്ന വിമാനങ്ങളെ തകർക്കാനുള്ള ടെക്നോളജിയൊന്നും സാങ്കേതിക വിദ്യയൊന്നും ഇവരുടെ കയ്യിലില്ല, ഉക്രൈൻ്റെ കയ്യിലില്ല. പക്ഷേ ഈ ഡ്രോൺ ഉപയോഗിച്ച് എയർ ബേസിൽ നിർത്തിയിട്ടിരുന്ന വിമാനങ്ങളെ ആക്രമിച്ചു. അവിടെ ഹാങ്ങറിൽ സൂക്ഷിച്ചിരുന്ന വിമാനങ്ങളെയൊക്കെ ആക്രമിച്ച് നശിപ്പിച്ചു. അത് ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം റഷ്യയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, കോടിക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടം റഷ്യയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ തിരിച്ചടി രൂക്ഷമാക്കി. ഇപ്പോൾ ഉക്രൈനിൽ സർവനാശം വിതച്ചുകൊണ്ട് പോകുമെന്നാണ് റഷ്യ പറയുന്നത്. അത് അങ്ങനെ നിൽക്കട്ടെ. ഈ ട്രംപിലേക്ക് മടങ്ങി വന്ന ട്രംപ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പുടിനുമായിട്ട് എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായി ഉടനെ പുടിനെ 4 തെറിയും പറഞ്ഞ് സെലൻസ്കിയെ വിളിച്ച് കുറേ ആയുധങ്ങളങ്ങ് കൊടുക്കും. ഇതൊന്നും ഒരു ഭരണാധികാരിക്ക് ചേർന്ന കാര്യമല്ല. ഇതിലൂടെ പുള്ളി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമല്ല. പക്ഷെ ഒരു കാര്യം പൂർണ്ണമായിട്ടും ശരിയാണ്, ഈ ഉക്രൈനിലെ ധാതു സമ്പത്താണ് അമേരിക്കയുടെ ലക്ഷ്യം. അത് ബൈഡൻ ആണെങ്കിലും ട്രംപ് ആണെങ്കിലും ബുഷ് ആണെങ്കിലും ഒബാമയാണെങ്കിലും ആരാണെങ്കിലും ശരി, അവർക്ക് ഈ ധാതു സമ്പത്ത് എങ്ങനെയും കൊള്ളയടിക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ ഇത്തരത്തിലുള്ള എല്ലാ ഗിമ്മിക്കുകളും കളിക്കും.
വളരെ കുറഞ്ഞ ചെലവിൽ വല്ല നക്കാപ്പിച്ചയും കൊടുത്ത് അതിങ്ങ് വാങ്ങിച്ചിട്ട് അതിനെ നാം ഈ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷ സമയത്ത് തന്നെ ഉയർന്നു വന്നതാണ് ഒരു അമേരിക്ക റഷ്യ സംഘർഷം. അത് കുറച്ച് നാളുകളായി തന്നെ ഇങ്ങനെ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് മാറുമോ? അങ്ങനെ മാറാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇപ്പോൾ ലോകക്രമം മാറിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ടു അമേരിക്കയും റഷ്യയും USSRും തമ്മിലൊരു ശീതസമരത്തിൻ്റെ കാലം ഉണ്ടായിരുന്നു. അവിടെ ഈ മുതലാളി തൊഴിലാളി ഇങ്ങനെ രണ്ട് വർഗ്ഗങ്ങൾ, മുതലാളി വർഗവും തൊഴിലാളി വർഗവും. അമേരിക്ക മുതലാളി വർഗ ജനാധിപത്യം, റഷ്യയിൽ തൊഴിലാളി വർഗ ജനാധിപത്യം. ഇതിനകത്തൊന്നും ജനാധിപത്യമല്ല, ഇത് രണ്ടും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഫാസിസമാണ്. പക്ഷേ ഈ രണ്ടുപേരും അങ്ങനെ പരസ്പരം കടിച്ചു കീറാനൊരുങ്ങുന്ന ചെന്നായ്ക്കളെ പോലെ നേർക്കുനേർ നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം USSRന്റെ തകർച്ചയോടുകൂടി അവസാനിച്ചു. പിന്നെ അത് റഷ്യ അങ്ങ് ചുരുങ്ങി അവിടെ വലിയ പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും ഒക്കെയായി അവിടെ സ്ത്രീകൾ ജീവിക്കാൻ വേണ്ടി വ്യഭിചാരത്തിന് വരെ പോയി തുടങ്ങി. അങ്ങനെ റഷ്യ സർവനാശം വന്ന് ഭവിച്ചിട്ട് അവസാനം അവിടെ നിന്നാണ് പതുക്കെ കരകയറി വരുന്നത്. റഷ്യക്ക് വലിയ രീതിയിൽ ക്രൂഡ് ഓയിൽ നിക്ഷേപമൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ വിറ്റ് അവർ പതുക്കെ അവരുടെ രാജ്യത്തെ ഒരു പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ വീണ്ടും അമേരിക്കയുമായിട്ട്, അപ്പോൾ ഒരു മാറിയ ലോകക്രമത്തിൽ റഷ്യ യൂറോപ്പുമായിട്ടും അമേരിക്കയുമായിട്ടും ഒരു നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ആ നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു പരിസമാപ്തിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. കാരണം ആത്യന്തികമായിട്ട് റഷ്യയെ പൂട്ടാൻ തന്നെയാണ് അമേരിക്ക ഉക്രൈനെ പ്രോത്സാഹിപ്പിച്ച് ആയുധമൊക്കെ കൊടുത്തത് ബൈഡൻ്റെ കാലത്ത്. അത് പിന്നെ കൂടിയും കുറഞ്ഞും അളവിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. ചിലപ്പം വലിയ പ്രോത്സാഹനം കൊടുക്കും, ചിലപ്പോൾ ചെറിയ പ്രോത്സാഹനം കൊടുക്കും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ ട്രംപും ചെയ്യുന്ന പണി അത് തന്നെ. അവിടെ ഈ റഷ്യയെ എങ്ങനെയെങ്കിലും തങ്ങളുടെ വട്ടത്തിൽ പിടിക്കണം, തങ്ങളുടെ ഒരു നിയന്ത്രണത്തിലേക്ക് റഷ്യയെ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുടെ ഭരണം പിടിക്കണമെന്നല്ല, അമേരിക്കയുടെ കൂടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നയം റഷ്യ സ്വീകരിക്കണം. ഇതാണ് അവരുടെ ആവശ്യം. ഇപ്പോൾ ഇന്ത്യയോടും അതൊക്കെ തന്നെയാണ് അവരുടെ നീക്കം. അല്ലാതെ ഇന്ത്യയുടെ അടുത്തും നരേന്ദ്രമോദിയുടെ അടുത്തൊന്നും അവരുടെ തേനും പാലും ഒഴുകുന്ന സ്നേഹമൊന്നുമില്ല. അതൊക്കെ വെറുതെയാണ്, നമ്മൾക്ക് തോന്നുന്നതാണ്. ഇന്ത്യ അവരുടെ ഒരു നല്ല വിപണിയാണ്. പറയുന്നത് പോലെ 145 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു ഭൂവിഭാഗമാണ് ഭാരതം. അപ്പോൾ അതുകൊണ്ട് അത് അമേരിക്കയുടെ താല്പര്യങ്ങൾ, അമേരിക്കയുടെ വളർച്ച, അമേരിക്കയുടെ പുരോഗതി, അതിനൊക്കെ വേണ്ടിയിട്ട് അമേരിക്കയുടെ സമ്പദ് രംഗം വളർത്താൻ അതിനൊക്കെ എത്ര ഇന്ത്യയെ ഉപയോഗിക്കാം. നമുക്കറിയാം ബ്രിട്ടൻ നമ്മളെ ഇവിടെ ഭാരതത്തെ വന്ന് പിന്നെ കീഴടക്കുന്ന കാലത്ത് ലോക GDPയുടെ 27% സംഭാവന ചെയ്തുകൊണ്ടിരുന്നത് ഭാരതമാണ്. ആ ഭാരതത്തിന് അതിൻ്റെ എത്രയോ ഇരട്ടിക്കിരട്ടി അവർ കൊള്ളയടിച്ചുകൊണ്ട് പോയി ഇവിടുന്ന്, അല്ലേ? പണമായിട്ടും മറ്റ് സാധന സാമഗ്രികളായിട്ടും ഒക്കെ അവർ കൊള്ളയടിച്ചുകൊണ്ട് പോയി. ഇന്ത്യയിൽ ഉണ്ടാകുന്ന പഞ്ഞി, അത് ഇന്ത്യയിലുണ്ടാക്കുന്ന കോട്ടൺ, പരുത്തി തുണി, അത് ഇവിടുന്ന് കയറ്റി അയച്ച് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ വെച്ച് പ്രോസസ്സ് ചെയ്ത് അത് വസ്ത്രങ്ങളാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ തന്നെ വിൽക്കുക, ഇരട്ടിക്കിരട്ടി വില വാങ്ങുക, ഇവിടുത്തെ കർഷകരിൽ നിന്ന് അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുക, അവർ സമാഹരിച്ച് വച്ചിരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ കൊള്ളയടിക്കുക, അത് പിന്നെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് ലോക വിപണിയിൽ അത് കൂടുതൽ വിലയ്ക്ക് വിൽക്കുക. ഇതൊക്കെയായിരുന്നു ബ്രിട്ടൻ്റെ പരിപാടി. ഇതൊക്കെ തന്നെയാണ് ഈ ട്രംപും ചെയ്യുന്നത്. ഈ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഈ ചെറിയ രാജ്യങ്ങളെ അവരോട് എന്തുമാകാം. ഇപ്പോൾ ഉക്രൈൻ പറയുന്നത് പോലെ റഷ്യയെ എതിർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റഷ്യയുടെ ഭീഷണി തടയാൻ വേണ്ടിയിട്ട് അവർ അമേരിക്ക പറയുന്ന ഏത് കണ്ടീഷനും അംഗീകരിക്കും. ഇതാണ് ഇതിനകത്ത് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്തായാലും ഈ റഷ്യ ഇപ്പോൾ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. അത് അമേരിക്കയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം ഉക്രൈനൊരു സർവനാശം വന്നാൽ അതായത് ഇപ്പോൾ അമേരിക്കയും ഈ ഉക്രൈനും തമ്മിൽ ഒരു കരാറുണ്ടല്ലോ, ഈ ധാതു ലവണങ്ങളുമായി ബന്ധപ്പെട്ട് ധാതു സമ്പത്ത് കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഉക്രൈൻ്റെ നിലവിളി കേൾക്കാതിരിക്കാൻ സാധിക്കില്ല. ഒരു പരിധി കഴിഞ്ഞാൽ അമേരിക്ക ഈ പറഞ്ഞതുപോലെ റഷ്യയ്ക്ക് നേരെ തിരിയാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെയാണ് ഈ ട്രംപിൻ്റെ നിറം എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ സെലൻസ്കിയോട് വലിയ സ്നേഹമാണ്, നാളെ സെലൻസ്കിയെ തൊഴിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. അതാണ് ട്രംപ്. അതുകൊണ്ട് ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.